അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പതിവ് പോലെ അന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും കഅബയുടെ സമീപം താവളമടിച്ചിരിക്കുകയാണ്. സത്യത്തെ സത്യമെന്ന് മനസ്സിലാക്കി അതിനെ വാരിപ്പുണരാതെ അറച്ചുനിന്ന അറബികളിൽ നിന്നുള്ള പരിഹാസശരങ്ങളും മർദ്ദനമുറകളും മുസ്ലിങ്ങൾ ഏൽക്കേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും അവയെല്ലാം വർദ്ധിച്ച ആത്മസംയമനത്തോടെ ക്ഷമിച്ചു പോന്നു. വിവരമില്ലാത്തവൻ്റെ പിതാവെന്നർത്ഥം വരുന്ന വിശേഷണനാമമുള്ള അബൂജഹൽ അറബികളിൽ ഏറ്റവുമധികം അഹങ്കാരവും കുശുമ്പും നിറഞ്ഞ ആളായിരുന്നു. പ്രവാചകരെയും അനുചരന്മാരെയും ഏറ്റവുമധികം ദ്രോഹിച്ചിരുന്നു. പരിശുദ്ധ ദീനിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു വരുന്നതേയുള്ളൂ. പരിമിതമായ അനുയായികൾക്കിടയിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് എന്തോ പറയാനൊരുങ്ങുന്നു. അപ്പോഴാണ് അബൂജഹലിൻ്റെ രംഗപ്രവേശനം. അബൂജഹൽ ആ സദസ്സിനടുത്തേക്ക് വന്ന് ഒരു വളിച്ച ചിരി ചിരിച്ച്, അയാളുടെ അഹങ്കാരത്തിൻ്റെയും മനുഷ്യത്വമില്ലായ്മയുടെയും പ്രകടനമായ ചിരി. ധിക്കാരവും പോക്കിത്തരവും കൊണ്ടാണ് അയാളുടെ നടപ്പ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും കൂർത്ത പരിഹാസശരങ്ങൾ കൊണ്ട് എയ്തു വീഴ്ത്തുന്ന ക്രൂരനായിരുന്നു അബൂജഹൽ. അവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഉറച്ചു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നിടത്ത് വെച്ചെല്ലാം പരിഹസിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുന്നത് അവിടെയായിട്ട് അയാൾ ഹോബിയാക്കി മാറ്റിയിരിക്കുന്നു. മുഹമ്മദേ, ഇന്നെന്ത് പുതിയ നുണയാണ് നിനക്കെഴുന്നള്ളിക്കാനുള്ളത്? ഓരോ ദിവസവും പുത്തൻ ഭ്രാന്തൻ ജൽപ്പനങ്ങളാണല്ലോ നീ നടത്തുന്നത്. തനി വങ്കത്തരങ്ങളാണെങ്കിലും കേൾക്കാൻ രസമുള്ള നുണകൾ. അബൂജഹലിൻ്റെ പരിഹാസത്തിൽ കുതിർന്ന ചോദ്യം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അനുയായികളോ ഒന്നും തന്നെ ഉരിയാടിയില്ല. അല്ലെങ്കിലും അയാളോട് എന്ത് മറുപടി പറയാനാണ്? മറുപടി അർഹിക്കുന്നൊരു ചോദ്യവും അയാൾ ചോദിക്കാറില്ലല്ലോ. അബൂജഹലിനോട് മറുപടി പറയുന്നത് പോത്തിനോട് വേദാന്തമോതുന്നതിന് തുല്യമാണെന്നവർ മനസ്സിലാക്കിയിരുന്നു. അബൂജഹലും കൂട്ടരും എന്തൊക്കെ അതിക്രമങ്ങൾക്ക് പുറപ്പെട്ടാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് പറയണമെന്ന് തോന്നിയത് എവിടെ വെച്ചാണെങ്കിലും പറയും. അതിന് ആരെയും ഭയപ്പെടുന്ന പ്രശ്നമില്ല. സത്യത്തിൻ്റെ മാർഗത്തിലേക്ക്, തൗഹീദിൻ്റെ സരണിയിലേക്ക് ജനങ്ങളെ അവിടുന്ന് ക്ഷണിച്ചു. അതു കേട്ട് ദിവസം തോറും അവിടത്തേക്ക് അനുയായികൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്. തൻ്റെ നബുവത്തിൻ്റെ ദൃഷ്ടാന്തമായ അതിമഹത്വവും അത്യത്ഭുതകരവുമായൊരു കാര്യം, അതേ വലിയൊരു മുഅ്ജിസത്ത് സംഭവിച്ചിരിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുമതി പ്രകാരം ജനങ്ങളെ അറിയിക്കണം. അബൂജഹലിൻ്റെ പരിഹാസവചനത്തെ അവഗണിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൂടിയിരുന്നവരെ നോക്കി ഇപ്രകാരം പറഞ്ഞു: പ്രിയമുള്ളവരെ, ഇന്നലെ രാത്രിയുണ്ടായ ഒരു അത്ഭുത സംഭവം ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോവുകയാണ്. വിശ്വാസികളും അവിശ്വാസികളുമായി അവിടെ കൂടിയിരുന്നവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താണെന്നുള്ള ആകാംക്ഷയോടുകൂടി അവിടേക്ക് ഉറ്റുനോക്കി. എന്തത്ഭുതമായിരിക്കും സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷ എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെയെല്ലാം ആകാംക്ഷക്കറുതി വരുത്തിക്കൊണ്ട് തുടർന്നു: ഞാൻ ഇന്നലെ രാത്രി പതിവ് പോലെ മസ്ജിദുൽ ഹറമിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ സമീപം ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു ചേർന്നു. നബിയെ, അല്ലാഹു സുബ്ഹാനഹു വതആലവിൻ്റെ കൽപ്പനയുണ്ട്, അങ്ങ് ഉടനടി പുറപ്പെടുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ മിന്നൽ പിണറിൻ്റെ വേഗതയുള്ള വിശേഷിപ്പെട്ട ഒരു വാഹനമുണ്ടായിരുന്നു. ആ വാഹനത്തിൽ കയറി ഞാൻ നിമിഷനേരങ്ങൾക്കകം ബൈത്തുൽ മുഖദ്ദിസിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹത്താൽ 7 ആകാശങ്ങളിലും മറ്റും അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച വിശേഷ സ്ഥലങ്ങളിലും പോയി അല്ലാഹുവുമായി മുനാജാത്ത് നടത്തുകയും മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരോടൊത്തും മറ്റും നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു. പുലരുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ ഞാൻ തിരിച്ചെത്തി. അവിടെ കൂടിയിരുന്നവരെല്ലാം കേൾക്കാനാകാത്തതെന്തോ കേട്ട പ്രതീയുമായി മിഴിച്ചു നിൽക്കുകയായിരുന്നു. ഒക്കെ ഇസ്ലാമിലേക്ക് പുതുതായി വന്നവർ. വലിയ കാര്യങ്ങളൊന്നും ദഹിക്കാനായിട്ടില്ല. അബൂജഹലിനും കൂട്ടുകാരായ അവിശ്വാസികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വെറും ഭ്രാന്തൻ ജൽപ്പനകളായിട്ടാണ് തോന്നിയത്. അബൂജഹൽ പൊട്ടിച്ചിരിച്ചു, ദീർഘമായി പൊട്ടിച്ചിരി. ആ പരിഹാസച്ചിരിയുടെ അവസാനം അയാൾ വായ തുറന്നു. ഇത്രയും വിഡ്ഢിത്വം എഴുന്നള്ളിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്കാർക്കും ഇനിയും ലജ്ജയില്ലേ?
പറഞ്ഞ് എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്? തനി ഭ്രാന്തൻ, ഉഗ്രൻ വട്ട്. ഇത്രയും പറഞ്ഞ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു, അല്ല മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ ബൈത്തുൽ മുഖദ്ദസ് കണ്ടുവെന്നാണല്ലോ പറയുന്നത്. അതിൻ്റെ ആകൃതിയും പരിസരവുമെല്ലാം ഒന്ന് വിവരിച്ചു തരാൻ നിന്നെക്കൊണ്ടാകുമോ? നീ ഇത് കണ്ടതാണെങ്കിൽ പറയുന്നതിനൊരു പ്രയാസവും ഉണ്ടായിരിക്കില്ലല്ലോ. ഇല്ല, ഒരു പ്രയാസവും, ഞാൻ നേരിട്ട് കണ്ടതല്ലേ. ഇത്രയും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ആകൃതിയും പ്രകൃതിയും ശരിക്കും വിശദമായി പറഞ്ഞു കൊടുത്തു. ബൈത്തുൽ മുഖദ്ദസ് നേരിൽ കാണാത്ത ഒരാൾക്കും തന്നെ അത്ര വിശദമായി അതിനെക്കുറിച്ച് വിവരിച്ചു കൊടുക്കാൻ കഴിയുകയില്ലെന്ന് അബൂജഹലിന് തന്നെ ബോധ്യമായി. സത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതെന്ന് ബോധ്യമുണ്ടായിട്ടും അയാൾ തൻ്റെ പരിഹാസം തുടർന്നതേയുള്ളൂ. ഈ സംഗതികളൊക്കെ നടക്കുമ്പോൾ ഒരാൾ മാത്രം അവിടെയുണ്ടായിരുന്നില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരോ അദ്ദേഹത്തിൻ്റെ സമീപത്തേക്കോടി. ഈ കാര്യത്തിൽ അബൂബക്കർ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാനാണ് അവർ തിടുക്കപ്പെട്ടത്. അബൂബക്കറിനെ കണ്ടുമുട്ടിയ ഉടനെ ഒരുത്തൻ പറഞ്ഞു, കേട്ടില്ലേ, മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ നുണ. ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലും 7 ആകാശങ്ങളിൽ പോയി തിരിച്ചു വന്നുവത്രേ. എന്ത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? അതെ, പറഞ്ഞു. എങ്കിലത് സത്യം തന്നെ, ഞാനത് വിശ്വസിക്കുന്നു. യാതൊരു സംശയവും കൂടാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും കളവ് പറയുകയില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഈ നുണ കേട്ടാൽ അബൂബക്കറും പിന്തിരിയുമെന്നുറച്ചിപ്പിച്ചവർ അമളി. പക്ഷേ അദ്ദേഹത്തിന് മറുപടി കേട്ടപ്പോൾ അവരെല്ലാവരും ഇളിഞ്ഞുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പിന്നീട് അവിടെ നിൽക്കുമെന്നുറപ്പിച്ചില്ല. അദ്ദേഹം നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കോടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു. നബിയെ, അങ്ങ് പറഞ്ഞത് സത്യമാണ്, ഞാനത് വിശ്വസിക്കുന്നു. അതെ, കേട്ടപാട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച് അദ്ദേഹത്തിന് അങ്ങനൊരു വിശേഷണനാമം വരെ കിട്ടി, സിദ്ദീഖ്, അതായത് സത്യമാക്കുന്നവൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശാരോഹണ വാർത്തയിൽ തെല്ല് സംശയം തോന്നിയവർക്കെല്ലാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സുദൃഢമായ വാക്കുകൾ മനസ്സുറപ്പ് കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്ദീഖ് തങ്ങളോടുകൂടെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെയും മറ്റു അമ്പിയാക്കളോടുകൂടെയും ഔലിയാക്കളോടുകൂടെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരോട് കൂടെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാവട്ടെ. പാവപ്പെട്ട ഫലസ്തീൻ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകട്ടെ, സമാധാനം നൽകട്ടെ. അവരെ സഹായിക്കുന്നവർക്ക് അല്ലാഹു തആല ഇരുലോകത്തും സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.